ഏതായാലും ഈ സ്ഥിതിയിൽ പുറത്തു പോകുന്നത് കുട്ടിയല്ല. ഉണ്ണിത്താനം ഒന്നിന്റെ കയ്യിൽ പെട്ടാൽ മോനെ കൊന്നുകളെ. ഞാൻ പേടിച്ചൊളിവി കഴിയുന്നത് ശരിയാണോ? അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. തൽക്കാലം മുറിവ് കഴിയുന്നവരെ ഇവിടെ താമസിക്ക്. മഞ്ജു, മോളെ, ഈ കുഞ്ഞു കുറെ ദിവസം കുഴിയിൽ കാണും. നേരത്തിനും കാലത്തിനും നല്ലതുപോലെ വല്ലതും വെച്ചു വിളമ്പി കൊടുക്കണം. ശരിയപ്പാ. അപ്പം പോയി തന്റെ കാട്ടുമുയലിനെ കിട്ടുമോ നോക്കട്ടെ. ഒത്തിരി മുറിഞ്ഞിട്ടുണ്ടോ? ഇത്രയും മുറിഞ്ഞിട്ടുണ്ട്. ഭയങ്കര വേദന. അപ്പനെ വിളിക്കട്ടോ? വേണ്ട വേണ്ട. മരുന്ന് വരട്ടി തരട്ടെ? വേണ്ട. പിന്നെ എന്ത് ചെയ്യണം? ഒന്ന് തടവി തന്നാ മതി. നമ്മളൊരു പണി കാണിച്ചു തരാം. ഓടിക്കോ, മുമ്പേ ഗോവനെ പറ്റിട്ട് ആന വരുന്നുണ്ട്, ഓടിക്കോ. അന്ന് നിങ്ങൾ പുലിയെ പേടിച്ചോടി. ഇന്ന് നിങ്ങൾ എന്തിനാ പോലീസ് അംഗത്തെമാരെ പേടിച്ചോടിയത്? ഞാൻ സാധനങ്ങളും കയറ്റി വന്ന ലോറി പോലീസ് തടഞ്ഞു. അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ ഓടി. ശരിക്കും കയറ്റിപ്പോന്ന ലോറി തടയാൻ അവർക്ക് എന്താ കാര്യം? അത് നിങ്ങൾ ആരാ? എന്തിനീ കാട്ടിൽ കറങ്ങുന്നു? ഞമ്മടെ പേര് ഖാലിദ്. ഒറ്റ തടിയാ. ഒരു ജോലിക്ക് വേണ്ടി നാട്ടിൽ കറങ്ങിയിട്ട് രക്ഷയില്ലാണ്ട് കാട്ടി കയറുതാ. ഇത്തിരി കള്ളത്തടി കടത്തിട്ടെങ്കിലും ജീവിക്കാവോ നോക്കാൻ. നിങ്ങൾക്ക് പറ്റിയ ഒരു ജോലി ഞാൻ ഉണ്ടാക്കി തന്നാലോ? ഞമ്മള് റെഡി. എങ്കിൽ വരും, നമുക്ക് മുതലാളിയുടെ വീട്ടിലേക്ക് പോകാം. കുടിക്കോ? ആരാത്? വരൂ. പോലീസിന്റെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടു? ഞാൻ രക്ഷപ്പെട്ടതല്ല, എന്നെ രക്ഷിച്ചതാണ്. ആര്? ഈ മനുഷ്യൻ. എന്താ പേര്? വാപ്പയും ഉമ്മയും ഇട്ട പേരെന്താന്ന് ഞമ്മക്കറിയില്ല. ഇപ്പൊ മനുഷ്യര് ഞമ്മളെ കാല് എന്ന് വിളിക്കുന്നു, ഞമ്മൾ വിളിയേക്കും. എവിടെയാ വീട്? ഈ ഭൂമിയിൽ. സ്വദേശം? അറിയില്ല. അച്ഛനും അമ്മയും? ഞമ്മൾ കണ്ടിട്ടില്ല. എന്താ ജോലി? പിടിച്ചുപറി. മനസ്സിലായില്ല. ഓർമ്മ വെച്ച കാലത്ത് ഞമ്മക്ക് വിശന്നപ്പോ ഉള്ളവന്റെ കയ്യിൽ നിന്ന് തിന്നാനുള്ളത് നമ്മൾ പിടിച്ചു പറിച്ചു. അവര് ഞമ്മളെ തല്ലി, ഞമ്മൾ തിരിച്ചു തല്ലി. അപ്പൊ ഞമ്മക്ക് മനസ്സിലായി ഞമ്മന്റെ കൈ കൂക്കൊണ്ടെന്ന്. അന്ന് മുതൽ ഇന്ന് വരെ ആരെയും പേടിക്കാതെ ജീവിക്കുന്നു. നിനക്കൊരു ജോലി തന്നാൽ എന്റെ കൂടെ നിൽക്കാമോ? ഒരിടത്ത് തളച്ചിടുന്ന ജോലിയാണെങ്കിൽ ഞമ്മക്ക് വേണ്ട. നിന്റെ പ്രകൃതത്തിന് യോജിച്ചൊരു ജോലിയാണെങ്കിലോ? അപ്പൊ നമ്മളേറ്റു. ഗുഡ്. ചിലപ്പോ ഇവനെ വിളിച്ചോണ്ട് പോ. ശരി സാർ, വരൂ. സാം, ഒരു പുതിയ ആൾ വരുന്നുണ്ട്. വിശ്വസ്തനാണെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. വേണ്ട വിധത്തിൽ സൽക്കരിക്കൂ. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. ആരായ? നീ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? നിനക്കറിയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. വരാം.
ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ്. മിടുക്കൻ, നിന്നെപ്പോലൊരുവനെയാണ് എനിക്ക് ആവശ്യം. വരും. മത്തായിച്ചനല്ലേ? അതെ, നിങ്ങൾ ഞങ്ങൾ വളയാറ്റിരുന്ന ആനപിടുത്തക്കാരാ. ആനപിടുത്തക്കാരോ? ഓ, ഞാൻ മത്തായിച്ചനാണെന്ന് എങ്ങനെ മനസ്സിലായി? മത്തായിച്ചനെ അറിയാത്തൊരു ഭൂലോകം. കേട്ടോടാ മതി. ഇതൊക്കെ എന്തുവാ? ആനയെ പിടിക്കാനുള്ള തട്ടുമുട്ട് സാധനങ്ങളാ. അയ്യോ, ഇതുകൊണ്ട് എങ്ങനെ പിടിക്കും? അവരെ പിടിച്ചോളും. അറിഞ്ഞിട്ട് നിനക്കെന്ത് വേണം? മോളായിരിക്കും. എരപ്പാളി കണ്ടാൽ അറിയില്ലേ? ആഗ്രഹം കൊണ്ട് ചോദിച്ചല്ലേ, പറഞ്ഞു കൊടുക്കാം. ഞങ്ങള് സാധാരണയായി ആനയെ പിടിക്കുന്നത് ഈ വല വീശിയാണ്. വല വീശിയോ? അതെ. എന്നിട്ട് ഈ ചാക്കി കയറ്റി തലേ ചൊതുന്നു. ഈ ചാക്കിൽ ആന കൊള്ളുവോ? കൊള്ളും, ഇല്ലെങ്കിൽ കൊള്ളിക്കും. അതാണ് ഞങ്ങൾ പഠിച്ച തൊഴില്. എടാ പിള്ളേരെ, കൊലകൊമ്പന്റെ അടുക്കൽ ഇതേവരെ ഒരു തൊഴിലും ഏറ്റിട്ടില്ല. ഞങ്ങളുടെ തൊഴില് കടത്തനാടനാ. അത് ഏക്കോ ഇല്ലയോന്ന് നേരിട്ട് കണ്ടു. ഞങ്ങൾക്ക് തങ്ങാൻ ഒരു സ്ഥലം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അയ്യോ, ഇവിടെ തരപ്പെടത്തില്ല. കുറച്ച് പണം കയ്യിലുണ്ട്, അതും കൊണ്ടെങ്ങനെയാ കാട്ടി കിടക്കുന്നത്? വിഷമിക്കണ്ട, ഇവിടെ കൂടിക്കൂ. ഓ, വളരെ ഉപകാരം. മലയിലേക്ക് ഒറ്റയ്ക്ക് പോകരുത് കേട്ടോ, വഴി ഞാൻ കാണിച്ചു തരാം. ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, നല്ല ദിവസമല്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ കിടന്നുറങ്ങി നാളെ എഴുന്നേറ്റ് കുളിച്ചു തൊഴുത് പണിക്കിറങ്ങാം. അച്ചായോ, എവരെവിടെ തന്നെ കിടത്തണോ? കിടന്നോട്ടടാ, മലയാറ്റൂരിൽ നിന്ന് വരുന്നവരല്ലേ. പോരെങ്കിൽ കൈ കുറെ കാശുകൊണ്ട് ഇറക്കി വിട്ടാൽ ചിലപ്പം മുത്തപ്പൻ കോപിക്കും. ആ പിന്നെ, ഏത് മുത്തപ്പനെന്നോ? പൊന്നും കുരിശു മല മുത്തപ്പൻ. ആ, അത് ഞാനെടുത്തു. സൂക്ഷിച്ച്.